ഒന്നാമത്തത് ഗതാഗത പ്രശ്നമാണ്. കൊടുവള്ളിയിലെ ഗതാഗതക്കുറിച്ച്, നെരിക്കുറിയിലെ ഗതാഗതം. അങ്ങനെ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു അനാഥമായ 5 വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. ഇപ്പോൾ ഒരു സനാഥമാക്കി മാറ്റണം. മണ്ഡലത്തിൽ MLA ഓഫീസിൽ നിന്ന് പ്രൊജക്റ്റുകൾ പോകാതിരിക്കുകയും അതിന്റെ മോണിറ്ററിംഗ് നടത്താതിരിക്കുകയും ഇടപെടാതിരിക്കുകയും ചെയ്ത് മണ്ഡലത്തെ അനാഥമാക്കി. പെരുമാട്ടിയിൽ കൊക്കക്കോള ഭീമൻ കമ്പനി അതിനെ പൂട്ടിച്ചത് അവിടുത്തെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൃഷ്ണൻ എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. അതെല്ലാവർക്കും അറിയാം. പറയുന്നതേ ചെയ്യുള്ളൂ, ചെയ്യാൻ കഴിയുന്നതേ പറയുള്ളൂ. ഒന്നാമത്തത് ഗതാഗത പ്രശ്നമാണ്. കൊടുവള്ളിയിലെ ഗതാഗതക്കുറിച്ച്, നെരിക്കുറിയിലെ ഗതാഗതം. അതിനൊരു പരിഹാരം. നെരിക്കുറിയിൽ ബൈപ്പാസ് വേണം. കൊടുവള്ളിയിൽ നേരത്തെ സിറാജ് ബൈപ്പാസ് പദ്ധതി MLA അത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അത് തീർന്നു. അതില്ല. അവിടുത്തെ വ്യാപാരികൾ, ജനങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് പുതിയൊരു പദ്ധതി കൊണ്ടുവന്ന് കൊടുവള്ളിയുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കും. മറ്റൊന്ന്, ഈ പഞ്ചായത്തിന് തൊട്ടടുത്തുള്ള പിന്നാഞ്ഞുമായിട്ട് വ്യവസായ കേന്ദ്രമുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും അത് തീരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. അവിടെ ഫാക്ടറികൾ വന്നിട്ടില്ല, കമ്പനികൾ വന്നിട്ടില്ല. അപ്പോൾ അവിടെ വിവിധ സ്ഥാപനങ്ങൾ വരണം. അപ്പോൾ ഒരു MLA നേതൃത്വം കൂടുതൽ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ട് അവിടെ സംവിധാനം ആരംഭിച്ച് ഈ പ്രദേശത്തെ ആളുകൾ തൊഴിൽ കിട്ടുന്ന സംരംഭങ്ങൾ തുടങ്ങും. അങ്ങനെ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു അനാഥമായ 5 വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. ഇപ്പോൾ ഒരു സനാഥമാക്കി മാറ്റണം. കഴിഞ്ഞ ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ഇല്ല. അപ്പൊ അതിന് എല്ലാവരോടും പറയുന്നത് പ്രതിപക്ഷ MLA ആയതുകൊണ്ട് കിട്ടിയില്ല എന്നാണ്. പക്ഷേ നമ്മുടെ മണ്ഡലത്തിന്റെ തൊട്ട് അതിർത്തിയിൽ നമ്മുടെ അതായത് എരഞ്ഞിമാവ് കഴിഞ്ഞാൽ ഏറനാട് മണ്ഡലമാണ്. PK ബഷീറാണ് ഈ ഗവൺമെന്റിനെ ഏറ്റവും വിമർശിച്ചത്. അവിടെ പോയി നോക്കിയാൽ PK ബഷീർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര തവണയാണ് മുഖ്യമന്ത്രിയെ കൊണ്ട് അവർ ഉദ്ഘാടനം ചെയ്യിച്ച് എത്ര പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കി. അപ്പോൾ വികസനത്തിന് ഈ സംസ്ഥാനത്ത് ഏറ്റക്കുറച്ചിലില്ല. ഒരു പ്രത്യേകമായ സുജനപക്ഷപാതമൊന്നുമില്ല. എല്ലാവർക്കും കൊടുക്കുന്നത്. മണ്ഡലത്തിൽ MLA ഓഫീസിൽ നിന്ന് പ്രൊജക്റ്റുകൾ പോകാതിരിക്കുകയും അതിന്റെ മോണിറ്ററിംഗ് നടത്താതിരിക്കുകയും ഇടപെടാതിരിക്കുകയും ചെയ്ത് മണ്ഡലത്തെ അനാഥമാക്കി. അതായത് ഇവിടെ സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പാർട്ടി തലത്തിൽ മണ്ഡലത്തിൽ ഇടപെട്ടില്ല. MLA അഭാവം പരിഹരിക്കാനുള്ള ഒരു ശ്രമവും നടത്തിയില്ല. ഈ മണ്ഡലത്തിൽ പ്രൊജക്ട് കിട്ടിയില്ല, പ്രവർത്തനം ഉണ്ടായില്ല. നമ്മുടെ വികസനം 5 വർഷം മുരടിച്ചത്. 7 വർഷം മുമ്പ് തുടങ്ങിയ പ്രവർത്തനം പോലും ഇപ്പൊ വാടിക്കൽ നമ്മുടെ കത്രമലേക്ക് പോകുന്ന റോഡ് ഇപ്പോഴും അവിടെ മണ്ണ് പൊടിമണ്ണാണ്. അവിടെ പാലക്കാട് വഴിക്ക് പോകുന്ന റോഡ് പൊടിമണ്ണാണ്. 5 വർഷമായിട്ട് ഒരു മോണിറ്ററിംഗ് പോലും വേണ്ട രൂപത്തിൽ നടത്താത്തത് കൊണ്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ വികസന നഷ്ടത്തിന് 5 വർഷമാണ്. അതിനൊരു പരിഹാരമാണ് ആളുകളാക്കി. അതുകൊണ്ടാണ് വലിയ സ്വീകരണങ്ങൾ ആളുകൾ ഇങ്ങോട്ട് വരുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ഫ്രഷ് കട്ട്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇതിനെന്തെങ്കിലും പരിഹാരമായിട്ട് എന്താണ്? ശുദ്ധവായു, ശുദ്ധജലം പൗരന്റെ അവകാശമാണ്. തീർച്ചയായിട്ടും അതെ. അപ്പൊ ഈ ഫ്രഷ് കട്ട് ഇപ്പോ കഴിഞ്ഞ ദിവസവും ആരോ പറഞ്ഞു പിന്നെ UDF പറഞ്ഞു ഒരാഴ്ച കൊണ്ട് പൂട്ടും. എന്തിനാ ഒരാഴ്ച കാത്തിരിക്കുന്നു? ഇവിടെ പെരുമാട്ടിയെ നമുക്കറിയാം. പാലക്കാട് പെരുമാട്ടിയിൽ കൊക്കക്കോള ഭീമൻ കമ്പനി അതിനെ പൂട്ടിച്ചത് അവിടുത്തെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൃഷ്ണൻ എന്ന പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയാണ്. ഒരു പഞ്ചായത്ത് ഭരണസമിതി യഥാർത്ഥത്തിലുള്ള അധികാരം ഉപയോഗിച്ചാൽ ഏത് കമ്പനിയെയും പൂട്ടിക്കാൻ സാധിക്കും. ഇപ്പോൾ കട്ടിപ്പാറ പഞ്ചായത്ത് UDF ആണ് ഭരിക്കുന്നത്. ഒന്നാമത് അവർ നടപടിയെടുക്കണം. അവർക്ക് പൂട്ടിക്കാൻ കഴിയും. പെരുമാട്ടിയിൽ പോയി പഠിക്കട്ടെ. നിങ്ങൾക്ക് പൂട്ടിക്കാൻ ഈ മലിനീകരണം നിർത്തലാണ് ലക്ഷ്യമെങ്കിൽ കട്ടിപ്പാറ പഞ്ചായത്തിലെ UDF ഭരണസമിതി പെരുമാട്ടിയിൽ പോയിട്ട് അവരെങ്ങനെയാണ് കൊക്കക്കോളയെ പൂട്ടിച്ചതെന്നും അവർ സുപ്രീം കോടതി വരെ കേസ് പോയിട്ടും രക്ഷപ്പെടാതെ ഇപ്പോഴും പൂട്ടിക്കിടക്കുന്നത് എങ്ങനെയെന്ന് കട്ടിപ്പാറയിലെ ഭരണസമിതി അവിടെ പോയി പഠിക്കട്ടെ. തന്നെയല്ല, ഇതിന്റെ ഉടമകളിൽ പലരും UDFന്റെ നേതാക്കളാണ്. പലരും പറയുന്നത് ഞങ്ങൾ ഇത് തുടങ്ങി വെച്ച് ഒഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ജനങ്ങൾക്ക് ശുദ്ധവായു, ശുദ്ധജലം ഇത് കൊടുക്കണം. ഒരാഴ്ച കൊണ്ട് പൂട്ടിക്കുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അത് ആളുകളോട് കബളിപ്പിക്കൽ വാഗ്ദാനങ്ങളാണ്. അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ പറയുള്ളൂ. ശുദ്ധവായു, ശുദ്ധജലത്തിന് വേണ്ടി ഈ പ്രദേശത്തെ ജനങ്ങൾ നടത്തുന്ന എല്ലാ പ്രക്ഷോഭത്തിനും മുമ്പിൽ ഞാനുണ്ടാവും. ഞാൻ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അത് ഉറപ്പാക്കാൻ വേണ്ടി ഇതെന്നല്ല, ഫ്രഷ് കട്ട് എന്നല്ല, ഏത് ശുദ്ധവായു, ശുദ്ധജലം നിഷേധിക്കുന്ന ഏത് സംവിധാനത്തിനും എതിരായിട്ട് വ്യക്തമായി ജനങ്ങൾക്കൊപ്പം ഉണ്ടാവും. അത് ജനങ്ങളുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുള്ളൂ. അത് ആത്മാർത്ഥമായി, വെറുതെ വാക്കുകൾ കൊണ്ട് കൽപ്പത്ത് കളിക്കുകയല്ല. എന്റെ പ്രവർത്തനം ഉണ്ടാവും. അതെല്ലാവർക്കും അറിയാം. പറയുന്നതേ ചെയ്യുള്ളൂ, ചെയ്യാൻ കഴിയുന്നതേ പറയുള്ളൂ. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും പുതിയ പദ്ധതികളോ അങ്ങനെ കൊടുവള്ളി മണ്ഡലത്തിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇവിടെ തൊഴിൽ അവസരങ്ങൾ വർദ്ധിപ്പിക്കണം. അത് ഒന്ന് നമ്മുടെ വ്യവസായ പാർക്ക് അവിടെ ഉണ്ട്. അതേപോലെ മണ്ഡലത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഓമശ്ശേരിയിൽ ഒരു ഹൈസ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ, അങ്ങാടിയിൽ അതായത് ടൗൺ കേന്ദ്രീകരിച്ച് ഗവൺമെന്റ് ഹൈസ്കൂളില്ല. അപ്പൊ അതിനൊരു പരിഹാരം വേണം. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് ഞങ്ങളൊരു പ്രകടന പത്രികയായിട്ട് പുറത്തേക്ക് ഇറക്കും. അത് വ്യക്തമായിട്ട് കാര്യമുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനും ഏറ്റവും വലിയ പ്രശ്നം എല്ലാ സ്ഥലങ്ങളിലും ആളുകൾ ഈ കളിസ്ഥലം എന്ന് പറയുന്നത് ഒരു മതേതരത്വത്തിന്റെ ഒരു നേഴ്സറി കൂടിയാണ്. എല്ലാ ആളുകളും അതാണ് പ്രധാനം കാണുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും കളിസ്ഥലം വരണം. അത് ഗവൺമെന്റിൽ
ശ്രമം നടത്തിക്കൊണ്ട് ഭൂമി സർക്കാർ തന്നെ വാങ്ങിക്കൊടുത്ത എല്ലാ സ്ഥലത്തും ഒരു കളിസ്ഥലം ഉണ്ടാക്കുന്ന രൂപത്തിൽ അത് എല്ലാ കാലത്തും അടുത്ത തലമുറക്കും അതിന്റെ അടുത്ത കളിസ്ഥലം ചുരുങ്ങുകയാണ്. പണ്ടൊക്കെ ഏതെങ്കിലും പറമ്പിൽ കോർട്ടിട്ട് കളിക്കാമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല, ഒഴിഞ്ഞ സ്ഥലമല്ല, എല്ലാം കെട്ടിടങ്ങളായി. അപ്പൊ ഇനി ഭാവിയിൽ സർക്കാർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ സ്ഥലവും കളിസ്ഥലം തരണം. ഞാനൊരു നിയമസഭാംഗമായാൽ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് എല്ലാ ഗ്രാമങ്ങളിലും ഒരു കളിസ്ഥലത്തിന് ആവശ്യമായ സർക്കാരിന്റെ ഇടപെടലിനെ കുറിച്ചാണ്. 5 വർഷം മുമ്പ് കുറെ മാറ്റം വന്ന് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തീർച്ചയായിട്ടും ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്ന് അത് മാറ്റാനാണ്, ആ 5 വർഷം കൂടെ പരിഹരിച്ചുകൊണ്ട് അടുത്ത 5 വർഷം അതിവേഗം കുതിക്കാനാണ് എന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മാറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മണ്ഡലത്തിലുള്ള ഒരാൾ തന്നെ MLA ആയാൽ മാത്രമേ ആ വികസന മുരടിപ്പ് മറികടക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സെലിക്ക് ഇപ്പൊ നമ്മളെ പുതിയൊരു ടെക്നോളജിയുടെ യുഗമാണല്ലോ. അപ്പൊ ഇന്നത്തെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? അതായത് AI അങ്ങനത്തെ ഒരുപാട് അല്ല, AI കുട്ടികൾ സംവിധാനം ഇതൊക്കെ പഠിക്കേണ്ടതുണ്ടോ? വർദ്ധിക്കേണ്ടതുണ്ട്. അതിലൊക്കെ കുട്ടികൾക്ക് സ്കൂളുകളിലൂടെ തന്നെ കൂടുതൽ പഠന അവസരം നൽകണം. ഇപ്പൊ കേരളത്തിൽ എല്ലാ സ്കൂളും ഹൈടെക് ആക്കിയല്ലോ. ഇപ്പൊ കേരളത്തിലെ സ്കൂൾ എല്ലാ ക്ലാസ് മുറികളും നേരത്തെയുള്ള ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഒന്നാം ഗവൺമെന്റ് ഹൈടെക് ആക്കി മാറ്റി. ഇനി കുട്ടികൾക്ക് ആ മേഖലയിൽ കൂടുതൽ പഠിപ്പിക്കാനും കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ AI ടെക്നോളജിയിൽ വിജ്ഞാനം കൊടുക്കാനൊക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം നിലനിർത്തി. ഇനി ഗവൺമെന്റ് അതൊക്കെ തന്നെ കൊണ്ടുവരും. അതൊന്നും പേടിക്കേണ്ടതുണ്ടാവും. മൂന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് വന്നാൽ ഇതിന് കൂടുതൽ ഡെവലപ്മെന്റ് വരും. ശരി Okay, എല്ലാ സമയം ആശംസകളും. താങ്ക് യു.